ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഷീൻ കോഡാണ്. മെഷീൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൂവ്, കമ്പയർ എന്നൊക്കെ പറഞ്ഞാൽ ആ മെഷീൻ കോഡാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രൊസസ്സറിനോട് നമ്മൾ പറയാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓപ്പറേഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാനുള്ളൊരു മെഷീൻ കോഡാണ് പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അത് കുറേ കാറ്റഗറി വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ കാറ്റഗറിയാണ് കമ്പയർ ഇൻസ്ട്രക്ഷൻ. കമ്പയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMP എന്നുള്ള കമാൻഡാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് സബ്സ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ്റെ അതേപോലെ തന്നെയാണ് ഈ കമ്പയർ ഇൻസ്ട്രക്ഷൻ. ഒറ്റ ഡിഫറൻസേ വരുന്നുള്ളൂ. സബ്സ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് രണ്ട് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരിടത്ത് സ്റ്റോർ ചെയ്യാനുണ്ടാകും. പക്ഷേ കമ്പയർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ്റെ അതേ ഓപ്പറേഷൻ തന്നെ നടക്കുക. അതായത് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ എന്ത് ചെയ്യും, മൈനസ് ചെയ്യാം. പക്ഷേ അതിന് റിസൾട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാനുണ്ടാവില്ല. പകരം എന്തുണ്ടാകും, നമ്മൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫ്ലാഗ് രജിസ്റ്റർ, അതിൽ എന്ത് ചെയ്യും, ഫ്ലാഗ് സെറ്റിങ്സ് നടത്തുകയാണ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ അതായത് ഇപ്പോൾ 10 - 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എയിൽ 10 ഉണ്ട്, ബിയിൽ 20 ഉണ്ട്, അല്ല എയിൽ 20 ഉണ്ട്, ബിയിൽ 10 ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, A - B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, 10 എന്ന് പറഞ്ഞ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുണ്ടാവും സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ. പക്ഷേ ഇത് കമ്പാരിസൺ ആണെങ്കിലും രണ്ട് നമ്പറും എന്ത് ചെയ്യുക, സപ്പോസ് കമ്പയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് B മൈനസ് ചെയ്യാൻ മൈനസ് ചെയ്തിട്ട് ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ടാവും, 0 വരികയാണ് വെച്ചെങ്കിൽ അത് ഈക്വൽ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അല്ല അതിലെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് നോട്ട് ഈക്വൽ എന്നുള്ളതാണ് വരിക. അപ്പോൾ അവിടെ 10 ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യില്ല, സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്തുണ്ടാവും, ഫ്ലാഗ് രജിസ്റ്ററിൽ ഫ്ലാഗ് വാല്യൂവിൽ എന്തുണ്ടാവും, 0, 1 എന്നുള്ള സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ, രണ്ടും ഈക്വലാണ്. എന്നിട്ട് ആ നോട്ട് ഈക്വൽ ആണ്, ഈ 0 ആണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം ഫ്ലാഗ് രജിസ്റ്ററിൽ 0 ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താവും, ഫ്ലാഗ് രജിസ്റ്റർ 1 സെറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു വേരിയബിളിൽ 0, 1 സെറ്റ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്യും, 1 സെറ്റ് ചെയ്യും, എന്നിട്ട് കമ്പയർ ചെയ്യും. ഫ്ലാഗ് രജിസ്റ്റർ 1 ആണെങ്കിൽ രണ്ടും ഈക്വലാണ്, 0 ആണെങ്കിൽ നോട്ട് ഈക്വലാണ്. മനസ്സിലായി? അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ തന്നെയാണ് കമ്പയർ ഇൻസ്ട്രക്ഷൻ നടക്കുന്നത്. പക്ഷേ സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ ഒരു വാല്യൂ ഒരിടത്ത് സ്റ്റോർ ചെയ്യാനുണ്ടാവും, ഒരു വേരിയബിൾ. പക്ഷേ ഇവിടെ എന്തുണ്ടാവില്ല, ഒരു വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യില്ല, പകരം ഫ്ലാഗ് രജിസ്റ്ററിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യാന്ന്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, CMP R1, R2. അപ്പോൾ എന്തുണ്ടാവും, R1ത്തെ വാല്യൂം R2ത്തെ വാല്യൂം തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അതിനുള്ള ഇൻസ്ട്രക്ഷനാണത്. രണ്ടാമത് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനൊന്നും ഇല്ലാതെ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പഠിച്ചതാണ് ഇൻസ്ട്രക്ഷൻസൊക്കെ. ഒരു കണ്ടീഷനും ഇല്ലാതെ എന്ത് ചെയ്യുക, അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക, ബ്രാഞ്ച് ചെയ്യുക. ജമ്പ് L2. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ L2 എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യൊന്നുമില്ല. ഇൻസ്ട്രക്ഷൻ അടുത്ത ലൈന് ജമ്പ് എല്ലാം വെച്ചെങ്കിൽ അവിടെ വെച്ചിട്ട് ഇതിനെ തൊട്ട് മുമ്പത്തെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലേ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, അങ്ങനെ ഒന്നും നോക്കില്ല. അവിടെ ആ ഇൻസ്ട്രക്ഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ജമ്പ് ചെയ്യും. കേട്ടോ? ഇപ്പോൾ MOV R അങ്ങനെയും കൊടുക്കുക. MOV മൂവ് R3, R1. ആർത്തെ വാല്യൂ R3ക്ക് കോപ്പി ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഗോ ടു L2. അപ്പോൾ എന്ത് ചെയ്യും, നേരെ L2ക്കാണ് മൂവ് ചെയ്യും. പിന്നെ അവിടെ വേറെ ഇതൊന്നുമില്ല. അതാണ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞത്. അടുത്തത് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഒരു കണ്ടീഷൻ കൊടുക്കും, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബ്രാഞ്ചിങ് നടക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാൻ വെച്ചെങ്കിൽ ഈഫ് കണ്ടോ, ഹൈ ലെവൽ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. ഈഫ് x ഈക്വൽ ടു y, എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ ഗോ ടു L1. അപ്പോൾ എന്ത് ചെയ്യും, L1ക്ക് എന്ത് ചെയ്യുക, പോവാന്നുള്ള അർത്ഥമാണ്. അസംബ്ലി കോഡിൽ BE ബ്രാഞ്ചിങ് R1, R2 അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണെച്ചെങ്കിൽ L1ക്ക് പോവാന്ന്. മനസ്സിലായി? അപ്പോൾ അതെന്താ, കണ്ടീഷണലായിട്ട് ഒരു ബ്രാഞ്ചിങ് ആണ് ഇത് വരുന്നത്. അടുത്ത നാലാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് റൂട്ടീൻസ് ആണ്. സബ് റൂട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്. അതായത് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ ഫംഗ്ഷനൊക്കെ പറയില്ലേ, നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നോ,
അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഈ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത് സബ് റൂട്ടീൻ ഈസ് എ പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ് ദാറ്റ് ലീവ്സ് എ യൂസർ സ്പേസ് പെർഫോം എ വെൽ ഡിഫൈൻഡ് ടാസ്ക്. ആ സബ് റൂട്ടീനിൽ എന്തായിരിക്കും, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്, സമ്മ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, 2 നമ്പറോ 3 നമ്പറോ കാണാനുള്ള സമ്മ് ചെയ്യാനൊരു കോഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ, അതാണ് വെൽ ഡിഫൈൻഡ്. അങ്ങനെ തന്നെയാണ് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അതെന്തുണ്ടാവും, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ് റൂട്ടീനിലോട്ട് എന്ത് ചെയ്യുക, പോവാനും, അതായത് ഫംഗ്ഷനിലോട്ട് കോൾ ചെയ്യാനും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ട് തന്നെ തിരിച്ചും വരും അല്ലേ. അതുപോലെ തന്നെ യൂസ് ചെയ്യാം, അതാണ് സബ് റൂട്ടീനും അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഇതിൽ യൂസ് ചെയ്യുന്ന 2 ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കോളാണ്, രണ്ടാമത് RET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൾ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഒരു സബ് റൂട്ടീൻ്റെ പേര് പറയും, അപ്പോൾ അങ്ങോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് റിട്ടേൺ എന്ന് പറയും. റിട്ടേൺ എന്ന് പറയുമ്പോൾ തിരിച്ച് തുടങ്ങിയ സ്ഥലത്തോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കോള്, RET. ഇത് രണ്ടുമാണ് സബ് റൂട്ടീൻ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് ഹാൾട്ടിങ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഹാൾട്ടിങ് ഇൻസ്ട്രക്ഷൻസ് HLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൾട്ട് എന്നാണ്. ദിസ് ഇൻസ്ട്രക്ഷൻ യൂസ് ടു സ്റ്റോപ്പ് ദ പ്രോസസ്സറിൻ്റെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺസ് ഇറ്റ് എക്സിക്യൂട്ട് ഇൻ 8085 ഗോ ഇറ്റ്സ് ടു ഹാൾട്ട് മോഡ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുക, ഹാൾട്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും, കുറച്ച് നേരം എന്ത് ചെയ്യും, കുറച്ച് നേരം അതെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുന്നില്ല അർത്ഥം, അതായത് ഹാൾട്ടാകും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ ആൻഡ് ഫ്ലാഗ്. അപ്പോൾ ഇങ്ങനെ ഹാൾട്ടായി എന്ന് വിചാരിച്ചിട്ട് രജിസ്റ്ററിലോ ഫ്ലാഗിലോ ഇല്ല കണ്ടൻറ്റിന് എന്താവില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. വൺസ് ദ പ്രോസസ്സർ ഈസ് ഹാൾട്ട് ഇറ്റ് കനോട്ട് ബി ബ്രോട്ട് ടു നോർമൽ മോഡ് ഓൺലി ബൈ റീസെറ്റിംഗ് ദ പ്രോസസ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഹാൾട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എക്സ്റ്റേണൽ ഇൻറ്ററപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുള്ളൂ, ഇത് റീസ്റ്റാർട്ട് ആവുള്ളൂ. സാധാരണ കേസിൽ ഹാൾട്ട് ഈസ് യൂസ്ഡ് ദ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എവരി അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. സാധാരണ ഹാൾട്ട് നിന്ന് HLT എന്നുള്ള ഈ ഇൻസ്ട്രക്ഷൻ എവിടെ യൂസ് ചെയ്യുക, ആ അസംബ്ലി പ്രോഗ്രാമിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് യൂസ് ചെയ്യാറ്. മനസ്സിലായി, ഡ്യൂറിങ് എക്സിക്യൂഷൻ ഫോർ ഹാൾട്ട് കൺട്രോൾ ഇറ്റ് വിൽ ഈസ് എൻഡ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ദ പ്രോസസ്സ്. അപ്പോൾ സാധാരണ തന്നെ, അതായത് ഹാൾട്ട് എന്നുള്ള പ്രോഗ്രാം സാധാരണ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിലാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എന്ത് ചെയ്യും, അതോടുകൂടി പ്രോസസ്സർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. പക്ഷേ ഹാൾട്ട് വർക്ക് ചെയ്ത് വിചാരിച്ച് എന്തില്ല, രജിസ്റ്ററിലോ ഫ്ലാഗ് രജിസ്റ്ററിലോ ഒക്കെ മെമ്മറിയിലോ ഒക്കെ അല്ല വാല്യൂസിന് എന്തുണ്ടാവില്ല, ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് സംഭവിക്കില്ല എന്നർത്ഥം. അതാണ് HLT. ഇതൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HLT ആൻഡ് NOP ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഹാൾട്ടിങ് ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, കുറഞ്ഞ ചെറിയ മാർക്കിനാണ് ചോദിക്കുക, എസ് ആയിട്ടൊന്നും ചോദിക്കൂല. അടുത്തതായിട്ട് നമ്മൾ അതിൽ തന്നെ ഹാൾട്ട് ഇൻസ്ട്രക്ഷൻസിൽ അടുത്തതാണ് NOP, നോ ഓപ്പറേഷൻ. അതിൽ പേര് തന്നെ ഉണ്ട്, ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ആസ് നോ ഓപ്പറേഷൻ. ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ കണ്ടൻറ്റ് ഓഫ് ദി രജിസ്റ്റർ ആൻഡ് ഫ്ലാഗ്. ഇതും എന്താല്ല, ഫ്ലാഗ് രജിസ്റ്റർത്തോ വാല്യൂസിനൊന്നും ഉണ്ടാവില്ല, അത് എഫക്റ്റ് ചെയ്യില്ല. ദ നെയിം ഈസ് ഇൻസ്ട്രക്ഷൻ ഇറ്റ് ഡു നോട്ട് പെർഫോം എനി ഓപ്പറേഷൻ ബട്ട് ആറ്റ് ദ ഡിലേ ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇതുകൊണ്ട് എന്തില്ല, പ്രത്യേകിച്ച് ഓപ്പറേഷനോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് നേരം എന്ത് ചെയ്യുക, ഒരു ഡിലേ വരുത്തുക എന്നുള്ളതാണ്. ഈ സംഭവം എന്തിനാണ് സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈമറിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു ക്രിയേറ്റ് ദ ഡിലേ റൂട്ടീൻസ് വെൻ യൂസ് ദ ക്രിയേറ്റിംഗ് ടൈമറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ NOP എന്നില്ല ഈ നോ ഓപ്പറേഷൻ എന്നില്ല ഇൻസ്ട്രക്ഷൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ ടൈമർ എന്നില്ല ഓർത്ത് വെക്കുക. മനസ്സിലായില്ലേ, ക്രിയേറ്റ് ടൈമർ. അപ്പോൾ അതെന്താണ്, നോ ഓപ്പറേഷനാണ് ടൈമർ. ഇപ്പോൾ രണ്ടിലും എന്തില്ല, പ്രോസസ്സർത്തിയും ഫ്ലാഗറ്റിയും എന്തുണ്ടാവില്ല, വാല്യൂസിൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ ഹാൾട്ട് ഇൻസ്ട്രക്ഷൻ ഏറ്റവും ലാസ്റ്റാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറ്. അങ്ങനത്തെ മെയിനായിട്ടുള്ള പോയിൻറ്റുകളൊക്കെ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ NOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ. അപ്പോൾ നമുക്കറിയാം അത് ടൈമറിൻ്റെ ആ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. NOP പറഞ്ഞു കഴിഞ്ഞാൽ നോ ഓപ്പറേഷനാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ 1-2 ഹിൻറ്റിൽ അയാൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അങ്ങനെ പഠിക്കുക കേട്ടോ. അടുത്തായിട്ട് 6 ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ്. അതായത്
ഫസ്റ്റത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റാണ് അല്ലേ. റീസെറ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മേ ഇൻക്ലൂഡ് ദ ഓൾ സെറ്റിംഗ്സ് റേച്ചസ് ടു ഇനിഷ്യൽ വാല്യൂ ടു ദ സെറ്റിങ്സ്. അപ്പോൾ റീസെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സംഭവത്തിൻ്റെയും രജിസ്റ്ററിലൊക്കെ എന്തുണ്ടാവും, അതിൻ്റെ ഇനിഷ്യൽ വാല്യൂയിലോട്ട് എന്താണ്ടാവും, സെറ്റാക്കും. ഫ്ലാഗുകളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇനിഷ്യൽ വാല്യൂ എന്താണോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RESET, അതായത് റീസെറ്റ് എന്നുള്ള ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്പ് ഈസ് എ സിൻക്രണൈസേഷൻ ട്രിഗർ ദ യൂസർ പ്രോസസ് ദ എക്സിക്യൂഷൻ ഫ്രീക്വൻ്റ്ലി കണ്ടീഷൻ ലൈക്ക് ഇൻവാലിഡ് മെമ്മറി ആക്സസ്, ഡിവിഷൻ ബൈ 0. അതായത് ഒരു ട്രിഗർ ആയിട്ടാണ് ഇത് വരുന്നത്. ട്രിഗറൊക്കെ നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതായത് RDBMS നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രിഗർ അല്ലേ, ഇൻസേർഷൻ ട്രിഗർ, ഡിലീഷൻ ട്രിഗറൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നു. അത് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു ആക്ഷൻ്റെ റിയാക്ഷനായിട്ട് വരുന്ന സംഭവമാണ് അല്ലേ. ട്രിഗറിന് എന്ത് ചെയ്യുക, ഗണ്ണിൻ്റെ എന്ത് ചെയ്യുക, കാഞ്ചി വലിക്കുന്നതും അങ്ങനത്തെ ഒക്കെ വേണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, വെടി വെക്കുന്ന സമയത്ത് തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാകും, അതാണ് ട്രിഗർ അല്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇൻവാലിഡ് ആയിട്ടുള്ള മെമ്മറി ആക്സസ് ചെയ്യാണ്, ഒരു മെമ്മറി ആക്സസ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മെമ്മറി അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒന്ന് റിട്ടേൺ ആയിരിക്കും, അതാണ് ട്രിഗർ. അതേപോലെ തന്നെ ഡിവിഷൻ ബൈ 0 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 0, ആ ഡിവിഷൻ ബൈ 0 ചെയ്യുന്ന സമയത്തും അങ്ങനെ ഡിവൈഡ് ബൈ 0 ആണ് എന്നില്ല ഇത് വരും. അപ്പോൾ എന്തുണ്ടാവും, അങ്ങനെ ഒരു ട്രിഗർ ഇത് വരാൻ വേണ്ടിയിട്ടാണ് ട്രാപ്പ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലേ. ട്രാപ്പ് ഈസ് ആൻ ഹൈ പ്രയോറിറ്റി അല്ലേ. അതായത് ട്രാപ്പ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്, ഹൈ പ്രയോറിറ്റിയാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിനായിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, അടുത്തത് INTR അല്ലേ. ഇറ്റ് ഈസ് ലെവൽ ഓഫ് ട്രിഗേർഡ് ആൻഡ് മാർക്കബിൾ ഇൻറ്ററപ്റ്റ് അല്ലേ. ലോ പ്രയോറിറ്റിയാണ് അല്ലേ, ട്രിഗേർഡ് അല്ലേ. ഇറ്റ് ഈസ് എ ലോ ലെവൽ ട്രിഗേർഡ്, ഇതൊരു ലെവൽ ട്രിഗേർഡ് ആണ്. പക്ഷെ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് ആണ്, ഇതിൻ്റെ ലോ പ്രയോറിറ്റിയാണ് ഇതിന് വരുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിസേബിൾഡ് ബൈ ദ റീസെറ്റിംഗ് ഓഫ് ദി പ്രോസസ്സർ. ഓക്കെ, അപ്പം ഈ 3 എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസുകൾ എന്നില്ലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വെക്കുക കേട്ടോ. ഇതോടുകൂടി നമ്മളത് പാർട്ട് കഴിഞ്ഞു. അടുത്തത് അഡ്രസ്സിംഗ് മോഡ് ഓഫ് 8085 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു.